everyone, so welcome back to my another vlog. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസും കാര്യങ്ങളും ഒക്കെ അടിയിൽ അറിയിക്കുക. വീഡിയോസിന് വ്യൂസ് ഒക്കെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ആദ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ അത് ഓഫ്കോഴ്സ് ഞാൻ വീഡിയോസ് ഇടാതായി മടി പിടിച്ചു, ആൽഗോരിതമൊക്കെ ഇങ്ങനെ കുറഞ്ഞു. ഇപ്പം നല്ല വ്യൂസ് കിട്ടാറുണ്ട്. പക്ഷെ ആരും അങ്ങനെ കമൻറ്റും നിങ്ങളുടെ സജഷൻസ് ഒന്നും പറയുന്നില്ല. ഗൈസ് കം ഓൺ, നിങ്ങളുടെ അഭിപ്രായങ്ങളും എങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടതെന്നും അതുപോലെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് ഓൾറെഡി പറഞ്ഞ പോലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരമായി ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇസ് ഓൾ അബൌട്ട് നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പോൾ ഞാൻ നല്ല കെടയിലാണ്. കെടാന്ന് പറയാം, ഹാപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞു. ഭയങ്കര കെടയിൽ തന്നെ, ബിക്കോസ് കുറേ നാട്ടിൽ പോയിട്ട് ലാസ്റ്റ് ജാനുവരി പോയതാണ്. ഇന്നിപ്പോൾ ജാനുവരി 15-നോ 16-നോ തിരിച്ചിങ്ങോട്ട് കയറിയതാണ്. ഇന്നിപ്പോൾ ഏപ്രിലായി. അപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് സെക്കൻഡ് വീക്കായി. അപ്പോൾ ഏകദേശം ഒരു ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഒരു 3 മാസത്തിന് ശേഷമാണ് നാട്ടിൽ പോകുന്നത്. സോ അതിൻ്റെതായ ഒരു കിടയുണ്ട്. വേണമല്ലോ, വീട്ടിലല്ലേ പോകുന്നത്. നമ്മളിപ്പോൾ നിമ്മനൊക്കെ കാണാൻ പോകുമ്പോൾ കുറച്ച് കിടമൊക്കെ ആവാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം. എപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും. ലൈക്ക് എപ്പം പോവാറുണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കാമെന്നൊന്നും നടക്കാറില്ല. പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ നീറ്റു. എൻ്റെ ഷോളിൽ എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്, പോകുന്നില്ല. ഓക്കെ, വീട്ടിൽ പോയിട്ട് വേണം. ഒരുപാട് പണികളുണ്ട്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് പോകുന്നത് പെരുന്നാളാണ്. എല്ലാവർക്കും അറിയാം, പെരുന്നാളാണ് വരുന്നത്. ഞാൻ ലാസ്റ്റ് എൻ്റെ വീട്ടിൽ പെരുന്നാൾ കൂടിയിട്ടുണ്ടാവില്ല. എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 8ാമത്തെ സെമ്മിലാണ്. അതായത് ടോട്ടൽ ഞങ്ങൾക്ക് 8 സെമ്മാണ്. അതിൽ ലാസ്റ്റ് സെമ്മാണിത്. എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് സെമ്മിലേറ്റാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിലോ സെക്കൻഡ് സെമ്മിലായിട്ടാണ് ലാസ്റ്റ് പെരുന്നാൾ നാട്ടിൽ കൂടിയത്. ഇക്കഴിഞ്ഞ 5 പെരുന്നാളും എന്താ പറയുക, ലൈക്ക് എനിക്ക് ഓരോ ഫോട്ടോ എടുത്തതും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. റീസെൻ്റ്ലിയുള്ള എല്ലാ പെരുന്നാളും ഞാൻ ചെന്നൈയിൽ നിന്നാണ് കൂടിയിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ കാലത്തിൻ്റെ ശേഷമാണ് വീട്ടിലൊരു പെരുന്നാൾ കൂടാൻ പോണത്. ആൻഡ് ഇപ്രാവശ്യം നമുക്ക് എൻ്റെ കാക്ക മാരീഡ് ആയതുകൊണ്ട് നമ്മളെ ഫാമിലിയിൽ ന്യൂ മെമ്പർ ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ബാബി ആയിട്ടൊക്കെ ഉള്ള എന്താ പറയുക ഫസ്റ്റ് പെരുന്നാളാണ്. ഞാൻ പോകാൻ പറ്റൂല എന്ന് തന്നെ വിചാരിച്ചതാട്ടാ. പിന്നെ ഉപ്പ പറഞ്ഞ് പോര്, പിന്നെ പ്രശ്നമില്ല, എന്താ പറയുക ചോദിച്ചിട്ട് തന്നെ പോര്, ലീവൊക്കെ എടുത്ത് പോര് പറഞ്ഞിട്ട് നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് ഇപ്രാവശ്യം നാട്ടിൽ പെരുന്നാളിന് പോകുന്നത്. ഞാൻ എന്താ പറയുക 6:20 6:20 ഫ്ലൈറ്റ്. 18:20 നമ്മളെ മറ്റേ ടൈം. ഓക്കെ, അപ്പോൾ ഇനി എന്താ, ഞാൻ കുറച്ച് ഓവർ സംസാരിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ബിക്കോസ് എനിക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് അല്ലെങ്കിൽ ചെറിയൊരു സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഓവർ എക്സ്പ്രസീവാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പാക്ക് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 9-10 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പാക്ക് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്താ പറയുക, രാവിലെ നേരത്തെ നീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ പാസ്സാക്കിയിട്ട് പതുക്കെ ചെയ്യാമെന്ന്. ആക്ച്വലി ഞാൻ എല്ലാം മുന്നേ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ 2 മണി 3 മണിയാകുമ്പോൾ ഉറക്കം തെളിഞ്ഞു പോകും. അത് കെടുക്കുന്നതേ 12 മണിക്കാവും. പക്ഷെ ഒരു 3 മണി 4 മണിക്കാൻ പറഞ്ഞിട്ടില്ല ലാസ്റ്റ് വീഡിയോയിൽ. സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ഭയങ്കര തലകുത്തന്നെയാവും. അപ്പോൾ അപ്പോൾ ഇനി എന്താ, നമുക്ക് പാക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ അതും സെറ്റാക്കണം, ഡ്രസ്സ് സെറ്റാക്കണം, അയൺ ചെയ്യണം, പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് എടുക്കണം. ആൻഡ് ഇതിനിടയിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വീട്ടിലോട്ട് മേടിക്കണം എന്നുണ്ട്. എപ്പോഴും അവർ നമ്മളൊക്കെ അല്ല ഓരോന്ന് മേടിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എൻ്റെ സേവിങ്സ് കൊണ്ട്, കുഞ്ഞു സേവിങ്സ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇതൊക്കെ അല്ല, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ട്. സോ പോകുന്നതിൻ്റെ അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാക്കിങ്ങും ബാക്കി കാര്യങ്ങളും നോക്കാം. ഞാൻ കുളിച്ചിട്ടുള്ള, അതാണ് മുടിയൊക്കെ ഇങ്ങനെ ഒട്ടി കിടക്കുന്നത്. സോ അപ്പോൾ കീപ് വാച്ചിങ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് ഷെൽഫിൻ്റെ അവസ്ഥ. ഇതിന് നമ്മൾ ഇനി സോർട്ട് ഔട്ട് ചെയ്തിട്ട് മേക്കപ്പ് ഒരു ബോക്സിൽ, സ്കിൻ കെയർ ഒരു ബോക്സിൽ, അങ്ങനെയാണ് ഞാൻ നോർമലി കൊണ്ടുപോകാറ്. സോ സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം. ഫുൾ അലങ്കോലായിട്ടുള്ള, അതൊന്നും ആരും നോക്കരുത്. അപ്പോൾ കീപ് വാച്ചിങ്.
എന്താക്കി, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഇതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും പാക്ക് ചെയ്യണം. ആൻഡ് വാർഡ്രോബിൽ ഒരുപാട് സാധനങ്ങൾ ഇതാ മൊത്തം അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഇനി ഞാൻ വിചാരിച്ചു വന്നിട്ട് ക്ലീൻ ചെയ്യാം, ഇപ്പോൾ ഫുള്ള് അതിന് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാവും. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും പാക്ക് ചെയ്യാനുണ്ട്. വേണ്ട അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകൾ മാത്രം എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് നോർമലി ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റുഡൻറ്റ് അങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ക്യാരി ചെയ്യും. പക്ഷേ ഞാൻ ഇപ്രാവശ്യം സ്റ്റുഡൻറ്റിൻ്റെ ഇതിലെല്ലാം അപ്ലൈ ചെയ്ത് ലൈക്ക് നോർമൽ ഇതാണ് അപ്ലൈ ചെയ്തത്. അപ്പം നമുക്കൊരു ലിമിറ്റ് ഉണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അത്ര പോലൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. പക്ഷെ എന്തായാലും എനിക്ക് ടെൻഷനാണ്. നമ്മൾ ഇത്രയും പാക്ക് ചെയ്ത് പോയിട്ട് അവിടെ നിന്നെങ്ങാനും ഇൻ കേസ് കൂടിക്കഴിഞ്ഞാൽ വിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താക്കണം, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടത് മാത്രം എടുത്ത് പാക്ക് ചെയ്യണം. കാരണം ഇതന്നെ അത്യാവശ്യം വെയിറ്റ് വരും. കാരണം ഇത് മൊത്തം വെയിറ്റുള്ള സാധനങ്ങളാണ്. പക്ഷെ 7 കിലോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എനിക്ക് അറിഞ്ഞുകൂടാ എത്ര വെയിറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പം നോക്കി കണ്ടും വേണം പാക്ക് ചെയ്യാൻ. സോ ഞാൻ എന്താക്കാം, വേഗം ഡ്രസ്സ് പാക്കിങ്ങിലോട്ട് പോകണം. ഞാൻ ബെഡിൽ ഇങ്ങനെ ഒക്കെ റാൻഡംലി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഷോർട്ട് ഔട്ട് ചെയ്തിട്ട് എന്തൊക്കെ വേണമെന്ന് ആലോചിക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ പാക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് റെഡി ആവണം. ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് എടുക്കാനായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്, ലൈക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ. സോ അതിൽ ഞാൻ ഔട്ട്ഫിറ്റ് കാണിക്കാം, ലൈക്ക് റെഡി ആവുന്നത്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം സ്കിന്നൊന്ന് ഫേസ് വാഷ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ ഇതിൽ ഞാൻ സ്കിൻ കെയറോ മേക്കപ്പോ ഒന്നും കാണിക്കുന്നില്ല. അത് ഞാൻ സെപ്പറേറ്റ് എന്തെങ്കിലും ഷോർട്സ് ഇടാം, കാരണം ഭയങ്കര ലാഗ് ആവും അല്ലെങ്കിൽ. അപ്പോൾ യെസ് ഗൈസ്, കീപ് വാച്ചിങ്. ഞാൻ ഓൾറെഡി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയതാണ്. പക്ഷെ എന്നാലും നമ്മൾ മുഖത്ത് സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ക്ലെൻസ് ചെയ്യണമെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോ നമ്മൾ മുഖം കഴുകി ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടികളൊക്കെ നോക്കണം. ഞാൻ എന്തായാലും അത് ഈ വീഡിയോയിൽ കൊടുക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം, ഡ്രസ്സ് ചെയ്തിട്ട് ഒറ്റ വരവ് വരാം വീഡിയോയിൽ. മറ്റേത് ഞാനൊരു ഷോർട്സ് പോലെ എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. സോ ഗൈസ് കീപ് വാച്ചിങ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കരുത്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഒരു എയർപോർട്ട് ലുക്ക്, അങ്ങനെയല്ലേ പറയാം. സോറി എൻ്റെ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോർമൽ ഒരു ജീൻസ്, അതിൽക്കൊരു നോർമൽ ടീഷർട്ട്, ലൈക്ക് വാൻസിൻ്റെ ഒരു ടീഷർട്ട്. ഇത് കാണുന്നില്ല, ലെങ്ത്ത് കുറഞ്ഞു, കുറച്ച് താഴെ വെച്ചാൽ മേ ബി എനിക്ക് അടിപൊളിയായിട്ട് കാണാം. ഓക്കെ, സോ അയ്യോ സോ ഗൈസ് നമ്മൾ റെഡിയായി. സോ ഇതാണ് ഔട്ട്ഫിറ്റ്. ഒരു ജീൻസ്, ലൈക്ക് ഒരു നോർമൽ പ്ലാസോ ജീൻസ്, പിന്നെ എന്തതിന് പറയാൻ എനിക്കറിയില്ല, ബാഗി ഫിറ്റ്. ഓക്കെ, പിന്നെ എനിക്കൊരു ടീഷർട്ട്. അപ്പോൾ നോർമലായിട്ട് സിമ്പിളായിട്ട് പോലെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇറങ്ങണം. കുറച്ച് പരിപാടികൾ ഞാൻ പ്ലാൻ ചെയ്തിട്ട് നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് കീപ് വാച്ചിങ്. ഇതിൻ്റെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒരു ഷോർട്സ് പോലെ ചെയ്തത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. അപ്പോൾ യെസ്, ലെറ്റ്സ് ഗോ. സോ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി, റൂമിൽ നിന്ന് ഇറങ്ങി നമുക്ക് അടുത്തത് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. 6:20 ഫ്ലൈറ്റ്. അപ്പോൾ 6:20 നമുക്ക് 2 മണിക്കൂർ മുന്നേ ഒരു 4:20 ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 4:30 ഒക്കെ ആകുമ്പോൾ എയർപോർട്ടിൽ എത്തണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫീനിക്സ് മോളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ആകുമ്പോൾ അതിനുള്ളിൽ കയറിയാൽ ഒട്ടുമിക്ക സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയോടെ അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്കങ്ങനെ കറക്റ്റ് പ്ലാൻസ് ഇല്ലേനു ആർക്കൊക്കെ എന്തൊക്കെയൊക്കെ മേടിക്കണം. ഉപ്പാക്ക് എന്തായാലും ഷർട്ട്, ഒരു ഷർട്ട് ഒരു ടീഷർട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു. ഉമ്മാക്ക് പിന്നെ ഞാൻ ആക്ച്വലി വാലറ്റ് എടുക്കുക അങ്ങനെയൊക്കെയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം ഉമ്മാക്ക് ഒരു ഗോൾഡ് റിങ് എടുക്കാമെന്നാണ്. പക്ഷെ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്താ പറയുക, ഇനി വീട്ടിൽ ചെന്നാൽ ചീത്ത കേൾക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മളെ ചെറിയ ഹാപ്പിനെസ്സിന് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഏത് രീതിയിലും റിയാക്ട് ചെയ്യാമല്ലോ, എന്തിനാ അങ്ങനെ ക്യാഷ് കളയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് ഉമ്മാക്കൊരു ഗോൾഡ് റിങ് ആയിരുന്നു പർച്ചേസ് ചെയ്തത്. അപ്പോൾ മലബാർ ഗോൾഡിൽ നിന്നായിരുന്നു, ഫിനിക്സ് മോളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉമ്മാൻ്റെ റിയാക്ഷൻ നിങ്ങൾക്ക് അതിൽ കാണാം കേട്ടോ, ഞാൻ ഇതിലിട്ടിട്ടില്ല. പിന്നെ ഉപ്പാക്ക് ഒരു ഷർട്ട് എടുത്തു, നിയക്കും ദീദിക്കും കോസ്മെറ്റിക്സ്, പിന്നെ സയാൻക്ക് ഞാനൊരു വാച്ച് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ഓരോരുത്തർക്ക് ഇല്ലാത്ത സാധനങ്ങൾ, ലൈക്ക് അവർക്ക് എന്താണോ നീഡി ആയിട്ടുള്ളത് അങ്ങനത്തെ സാധനങ്ങളാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉപ്പാക്കൊരു ടീഷർട്ടും ഒരു ഷർട്ടും എടുത്ത് ഇക്കാക്കാക്ക് ഒരു സ്ലിപ്പേഴ്സ് ആയിരുന്നു എടുത്തത്. അതൊന്നും ഞാനതിൽ കാണിക്കുന്നില്ല, എന്താ എക്സാക്ട്ലി എല്ലാവർക്കും എടുത്തതെന്നുള്ളതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ എയർപോർട്ടിൽ പോയി. ഫുൾ ജഗ പോകുകയായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമില്ല, വളരെ കുട്ടി വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി നമ്മുടെ ബാക്കി കാര്യങ്ങളും
ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. വേഗം തന്നെ ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ട്, എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. ലൈക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ആ ഒരു ടൈം ആകുമ്പോൾ ഭയങ്കര വെപ്രാളം പിടിച്ച കളികളാകും. എല്ലാം പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, അല്ലെങ്കിൽ എനിക്ക് കാമായിട്ടൊരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ, അധികം നേരത്തെ തന്നെ എത്തി. പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഭയങ്കര ടയർഡായിരുന്നു. എയർപോർട്ടിൽ കയറി ഉടനെ തന്നെ ഒരു സൈഡിൽ പോയിട്ട് ചെറുതായിട്ടൊന്ന് ചാഞ്ഞു. അപ്പോൾ നല്ല ടയേർഡാണ്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം ടയേർഡായിരുന്നു. നെക്സ്റ്റ് വ്ളോഗിലായിട്ട് ഈദ് വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ വ്ളോഗ് ഇടുന്നത് ഈദ് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ടാണ്. സോ ഇതിലും ലേറ്റ് ആയിട്ടാവും ഈദ് വ്ളോഗ് വരിക. ബിക്കോസ് ഞാൻ നാട്ടിലെത്തിയിട്ട് ഒന്നിനുള്ള ടൈം അധികം കിട്ടിയിട്ടില്ലായിരുന്നു. വെറും 4 ദിവസത്തിനാണ് പോയത്. അപ്പോഴേക്കും തിരിച്ചു വരാനുള്ള ടൈമായി. അപ്പോൾ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസും പോസ്റ്റും കാര്യങ്ങളും ഷെയർ ആക്കുക എന്നല്ലാതെ വേറെ ഒന്നിനുള്ള ടൈമില്ല. നമ്മൾ മാക്സിമം ലൈക്ക് ഫാമിലിൻ്റെ കൂടെയായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഇതിൻ്റെ വ്ളോഗ് ഞാൻ നെക്സ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 6:20ക്കാണ് നമ്മൾ എന്താ പറയുക ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് മുന്നേ ഏർലിയാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഏകദേശം ഒരു എന്താ പറയുക 6:20 കയറിയിട്ട് ഏകദേശം ഒരു 7:45-50 ആയപ്പോൾ തന്നെ കാലിക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു നമ്മൾ വീട്ടിലൊക്കെ പോയപ്പോഴേക്കും പെരുന്നാളിൻ്റെ പരിപാടി നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്നപ്പോഴേക്കും ദീദിയും നീയൊക്കെ 2 വെറൈറ്റി പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ അധികം ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു ക്യൂട്ട് നോട്ട് നമുക്ക് ഇൻഡിഗോന്ന് ഈ ഒരു ക്യാബിൻ ക്രൂ തന്നതായിരുന്നു. ഓരോ എന്താ പറയുക മൊത്തം പാസഞ്ചേഴ്സിന്, മുസ്ലിം പാസഞ്ചേഴ്സിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു എന്താ പറയുക റംസാൻ ഒരു വിഷ് നോട്ട് ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. സോ വീട്ടിൽ ചെന്നപ്പോൾ ഇത് കണ്ടില്ല, തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈദിനുള്ള പുഡിങ്. നിയ ഉണ്ടാക്കിയിരുന്നത് മാംഗോ ട്രസ്ലച്ചസ് കേക്കും, പിന്നെ ദീദി ടിരാമിസും ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്നപ്പോഴേക്കും എല്ലാവരും ബിസി, എല്ലാവരും 4 സൈഡിലാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു നാട്ടിലേക്ക് പോകുന്ന വ്ളോഗ്. സോ നെക്സ്റ്റ് നമ്മൾ ഈദ് വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് എൻ്റെ ദീദി ഉണ്ടാക്കിയ ടിസാമോ, ഭാബി ഉണ്ടാക്കിയ ടിസാമോ. ഗൈസ്, ടിസാമോ ഫ്രിഡ്ജിൽ, ടിസാമിക്കൊന്നും ഡ്യൂട്ടി ഇല്ല ഗൈസ്. അപ്പോൾ ഇത് ദീദി മാംഗോ വട ഉണ്ട്. നമുക്ക് എന്തെല്ലോ ഫ്രിഡ്ജിൽ വരെ റെഡിയാക്കി വെച്ചിരുന്നു.